എല്ലാം ദൈവം നമ്മളെ അനുവദിച്ചു. കുടുംബാംഗങ്ങൾ എല്ലാവരും ഇതിലിരിക്കുന്നു. അതിൻ്റെ സുഹൃത്തുക്കളും അയൽവാസികളൊക്കെ ഉണ്ട്. ഇവിടെ വിചാരിച്ചുണ്ട്. നമുക്ക് ഈ മനോഹരമായ അനുഭവത്തിൽ ഈ ഭവനത്തെ കർത്താവിനെ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ഈശോയെ വിശ്വസിക്കുന്നു. ഈശോ നമ്മുടെ ജീവനാണ്, നമ്മുടെ പ്രകാശമാണ്. ആ ഈശോയെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വളർത്ത് പഠിക്കുന്നത്. നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ഞാൻ ഇരിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. ശിവ ഈ ഭവനത്തിൻ്റെ പ്രകാശവും ഈ കുടുംബാംഗങ്ങൾക്ക് മാതൃകവുമായിരിക്കട്ടെ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവാഹത്തിലുൾപ്പെടുത്തരുതേ. നിന്നോട് നാം ശക്തിയും മഹത്വവും അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പതിസാവിന് വസ്തുസ്ഥിരമായി നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ വൈദ്യകമായ പരിപാലനയെ നിങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും നിവാസികളെയും ആശീർവദിക്കണം. ആത്മീയവും ശാരീരികവുമായ എല്ലാ പ്രതീക്ഷരായ കർത്താവിന്റെ ഇടയനാകുന്നു. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കൂടെയുള്ളതിനാൽ മരണത്തെ താഴെ നടക്കുവാൻ ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും. എന്റെ ആയുഷ്കാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ വസിക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭവനത്തെ അങ്ങയുടെ വാസസ്ഥാനമായി സ്വീകരിക്കണമേ. അങ്ങയുടെ തിരുമനസ് നിറവേറ്റുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. അങ്ങ് കൂടെയുള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്ന് ബോധ്യം ജീവിത ക്ലേശങ്ങളിൽ ഇവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. എന്നെ ശിഹായെ അങ്ങേ വചനം ശ്രവിക്കുവാനും അങ്ങേ തിരുഹത നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ലോകത്തിന്റെ പ്രകാശവും സ്ഥലത്തിന്റെയും ജീവനമായ ശിഹായെ എന്നെ ഞങ്ങളുടെ മക്കളിലേക്ക് അനന്തകാരണത്തിനേക്കും സ്തുതിയാമേ. നമുക്ക് ശ്രദ്ധാപൂർവ്വം തന്നെ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമായി അറിയിച്ച ശിഹായുടെ സുവിശേഷം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന ജീവനെ കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉണ്ടാവരുത്. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടുവാൻ നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമോ?
വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിനാകുന്നു കിടന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂല് നിൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സാർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ ഇതിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാവേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി സ്നേഹപിതാവായ ദൈവമേ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി കാരുണ്യം, ദയ, വിനയം, ക്ഷമ തുടങ്ങിയ സുഹൃത്തുക്കളെ അഭ്യസിച്ച് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ, ദരിദ്രരെ സഹായിക്കുവാനും അയൽക്കാരോട് സ്നേഹപൂർവ്വം പെരുമാറുവാനും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും ജീവിത ക്ലേശങ്ങളിലും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ, ഈ കുടുംബത്തെ അനുകരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ, ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങയെ പ്രാപിക്കുവാൻ, പിതാവായ ദൈവമേ ഈ ഭവനത്തെ ആശീർവദിച്ച് ശുദ്ധീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകിയാൽ അങ്ങയുടെ പൈതൃകമായ പരിപാലനയും ഇവരെ സംരക്ഷിക്കണമേ. അങ്ങേ കുടുംബാംഗങ്ങളുടെ മധ്യേ എന്നും വസിച്ചുകൊണ്ട് ഇതിനെ പ്രാർത്ഥനയുടെയും സമാധാനത്തിന്റെയും ഭവനമാക്കണമേ. ജീവിതത്തിലെ എല്ലാ നിമിഷവും അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുവാൻ ഇവരെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി ഇവിടുന്ന് വരുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സുരക്ഷിതരുമാവട്ടെ. ശാരീരികവുമായ വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ ഹൃദയവും പ്രതിഷ്ഠയെ സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും സജീവ സ്മരണ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യണമേ. ഈശോയുടെ ഹൃദയമേ, മറിയത്തിന്റെ ഹൃദയം, പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
വന്നതിൽ സന്തോഷമുണ്ട്. അതിന് മുന്നേ ചെറിയൊരു പരിപാടി ഒരു ആസൂത്രണം ചെയ്യാൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ആ ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു സ്റ്റേജിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ സായം സന്ധ്യ എന്തുകൊണ്ടും നമ്മൾ മനോഹരമാക്കുകയാണ്. എത്ര നല്ല പുൽത്തകിടിയാണ്, എത്ര മനോഹരമായ സ്ഥലമാണ് നമുക്കിന്ന് ഇരിക്കാൻ വേണ്ടി ദൈവം അലങ്കരിച്ച് ഇവിടെ തന്നിരിക്കുന്നത്. എനിക്കിവിടെ നിന്നിട്ട് തന്നെ എന്തോ ഒരു രോമാഞ്ചമാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കർമ്മങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ എല്ലാമായ നമ്മുടെ മമ്മിയുടെ 80-ാം പിറന്നാളായിരുന്നു ഓഗസ്റ്റ് 15-ാം തീയതി. മമ്മിയെ ഏറ്റവും കൃത്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദി അലങ്കരിക്കുന്നത് നമ്മുടെ മണിമലത്തറപ്പിൽ കുടുംബയോഗത്തിന്റെ രക്ഷാധികാരിയായ സൈമൺ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് 30-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മിസ്റ്റർ ആൻഡ് മിസ്സസ് സണ്ണി, അവരെയും ഈ വേദി അലങ്കരിക്കുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ഒരു കസേര ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അത് മറ്റാർക്കുമല്ല, ഇവിടുത്തെ കുടുംബനാഥന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. മിസ്റ്റർ സാജു ജോർജ്, അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുടുംബനാഥ രണ്ടാമതായി വരും, ആയിട്ടില്ല, നാഥനെ വിളിച്ചിട്ടുള്ളൂ. ഇവരെ സ്വാഗതം ചെയ്യുന്നതിനായി ഇനി ഈ വേദിയിലേക്ക് നോക്കുകയെ നല്ലൊരു കൺകുളിർമയുള്ള കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ 80 വർഷങ്ങൾ കണ്ണടച്ച് തുറക്കും മുമ്പ് കഴിഞ്ഞുപോയ എത്ര ജീവിത കാര്യങ്ങൾ, ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങൾ കടന്ന് 80-ാം വയസ്സിലെത്തി നിൽക്കുന്ന നമ്മൾക്കേവർക്കും പ്രിയങ്കരിയായ നമ്മുടെ മമ്മി 30 വർഷം വിവാഹ ജീവിതം ആയി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും സന്തോഷത്തോടു കൂടി ആ മുഖത്തേക്കൊന്ന് നോക്കിക്കേ രണ്ടുപേരുടെ. ഇപ്പോഴും നമ്മള് 30 വർഷം മുമ്പ് ഇവിടെ തലമുതിർന്ന ആളുകൾ കാണുന്ന അതേ മുഖം തന്നെയല്ലേ, ഒരു മാറ്റം പറഞ്ഞിട്ടില്ല. ഇപ്പോഴും 916 തന്നെയാ. അതെ, ഇപ്പോഴും ഇവരെ സ്വാഗതം ചെയ്യുന്നതിനായി ഇവരുടെ കുഞ്ഞിപ്പെങ്ങൾ സജിനിയെ ക്ഷണിക്കുന്നു. ഒത്തിരി സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളിൽ ഓഗസ്റ്റ് 18 മണിമലത്തറപ്പിൽ കുടുംബത്തിന്റെ മനസ്സിൽ വരച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു തീയതിയായി മാറിയിരിക്കുന്നു ഈ പരിപാടി കൂടി ആയപ്പോൾ. അതിന് കാരണം നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാരണം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞേട്ടന്റെയും ഷാനി ചേച്ചിയുടെയും 30-ാം വെഡിങ് ആനിവേഴ്സറി. തീർച്ചയായും മണിമലത്തറപ്പിലെ മക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി പ്രചോദനം തരുന്ന വ്യക്തിയാണ് കുഞ്ഞേട്ടൻ. ആരെ കുഞ്ഞേട്ടൻ പരിചയപ്പെട്ടാലും അവരൊരിക്കലും കുഞ്ഞേട്ടനെ മറക്കാറില്ല. ഒത്തിരി സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, അതിന് ചേരുന്നത് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന പോലെ ഞങ്ങളുടെ ഷാനി ചേച്ചിയും ചേർന്നപ്പോൾ അത് പരിപൂർണമായി. സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുക. ഇങ്ങനെയൊരു കുടുംബത്തില് ഇത്രയും സന്തോഷത്തോടെ എൻ്റെ രണ്ടാമത്തെ എല്ലാവരും, അതിൽ പ്രത്യേകിച്ച് കുഞ്ഞേട്ടൻ എടുത്തു പറയുന്നു, ഒത്തിരി അഭിമാനത്തോടെയാണ് ഞാൻ ആയിരിക്കുന്ന വേദിയിലൊക്കെ ഞാനിത് ഓർക്കുക. പിന്നീട് ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് 18 സായിച്ചേട്ടാ ചേച്ചി എത്ര സുന്ദരമായൊരു ഭവനമാണ് നിങ്ങളിത് ഉണ്ടാക്കിയെങ്കിലും ഇതിന്റെ ദൈവത്തിന്റെ കൃപയാണ്, ചേച്ചിയുടെ കഴിവാണെന്നാണ് ചേട്ടൻ പറയുന്നത്. ഞങ്ങൾ എല്ലാവരും ശരിക്കും ഹൃദയം തൊട്ട് ഞങ്ങൾ ചേച്ചി അഭിനന്ദിച്ചു. എങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ന്
ഞാൻ ചേച്ചിയുടെ അസൂയോടെ തന്നെ കുറച്ച് അസൂയോടുകൂടെ തന്നെ ഏറ്റവും മനോഹരമായി ഇത് ക്രമീകരിച്ച് ചേച്ചി സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ ചേച്ചി. ഇത് പരിശുദ്ധാത്മാവിന്റെ കൃപയും ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും ഉണ്ടായി ഇതിന്റെ പിന്നിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ് ഇത്രയും മനോഹരമായി വന്നവരും കണ്ടവരും എല്ലാം പറയുന്നത് എത്ര മനോഹരമായിരിക്കുന്നു വീട്. നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ അതിന് വേണ്ടത് ക്രമീകരിക്കപ്പെടുക എന്നുള്ളത് ചെയ്തു കഴിയുമ്പോൾ അത് മനോഹരമായിരിക്കുന്നു തോന്നണമെങ്കിൽ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടെ വന്നാലേ അത് പരിപൂർണമാകുന്നുള്ളൂ. തീർച്ചയായും അഭിമാനിക്കാം സാധിച്ചേട്ടനും ചേച്ചിക്കും അലനും ആൽബയ്ക്കും ഈ ദൈവത്തിന്റെ അനുഗ്രഹം ചേർന്ന ഈ കുടുംബത്തില് ദൈവാനുഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകാനും ജീവിതത്തിലുള്ള ഇനി വരുന്ന ഭാഗ്യങ്ങളെല്ലാം ഏറ്റവും ഏറ്റവും സന്തോഷത്തോടെ ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ള സമ്മാനമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ആദ്യം പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മിയുടെ ബർത്ത്ഡേ കുറിച്ചായിരുന്നു. മമ്മിയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 15 നമ്മൾ ഒരു ഭാരതീയന് മറക്കാൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? തീർച്ചയായും അന്നാണ് ഞങ്ങളുടെ മമ്മി ജനിച്ചത്. മാത്രമല്ല പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാള് സഭ ഇന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മ ഉടലോടെ പാരമ്പര്യമാണത്. തീർച്ചയായും അന്നാണ് ഞങ്ങളുടെ മമ്മി ജനിച്ചത്. അഭിമാനത്തോടെയും കുറച്ചൊരു അഹങ്കാരത്തോടെയും ഇത്രയും നന്ദിയോടെയും ഇത്രയും നല്ലൊരു മമ്മിയെ ഞങ്ങൾക്ക് തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ അധ്യാപികയാണ്. എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുമ്പോൾ അമ്മയുടെ സ്നേഹത്തെ കുറിച്ച് പറയുന്ന ഒത്തിരി കവിതകൾ പഠിപ്പിക്കാനുണ്ട്. അൺകണ്ടീഷണൽ ലവ് ഓഫ് മദർ എന്ന് പറയുമ്പോൾ തീർച്ചയായും അവിടെയെല്ലാം എൻ്റെ വേദികളിലെല്ലാം ഞാൻ എൻ്റെ മമ്മിയെ ഓർക്കാറുണ്ട്. മമ്മിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ഞങ്ങൾ 9 മക്കളിലൂടെ പണ്ട് സാച്ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ ചെറിയ കാലത്ത് സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്ന 1 തുടങ്ങി 6 വയസ്സ് വരെയാണെന്ന് തോന്നുന്നു ചേട്ടൻ പറഞ്ഞത്. അതുവരെയുള്ള നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതെന്ന്. തീർച്ചയായും ഇന്ന് മമ്മിയുടെ മക്കള് സാജുവും സണ്ണിയും സാംസനും സുരാജും സജിയും സുർജിത്തും സജിനിയും സൺഫോയും ഷൈനിയും എല്ലാവരും ദൈവസന്നിധിയിൽ ഇഷ്ടമുള്ള മക്കളായിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ പ്രീതികരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മാതാപിതാക്കൾ അതിനെക്കുറിച്ച് അഭിമാനിക്കാം. ഇന്ന് ഏറ്റവും ആദ്യം പറയേണ്ടത് ഈ വേദിക്ക് ഏറ്റവും മനോഹരമായ സാന്നിധ്യം കൊടുത്തത് ഒരു അഭിഷിക്തന്റെ സാന്നിധ്യമാണ്. മണിമലത്തറപ്പിൽ കുടുംബത്തിൽ ശരിക്കും ഒരു അഭിമാനമാണ്. കുടുംബത്തിന്റെ രക്ഷാധികാരി സൈമൺ അച്ഛൻ മഞ്ഞക്കാട്ട് കുടുംബത്തിന്റെ രക്ഷാധികാരി ശാന്തനായ എല്ലാ പരിപാടികളിലും സൈമണച്ചനെ കാണാം. ശരിക്കും എന്തൊരു ശാന്തതയാണ് സൈമണച്ചന്. ദൈവത്തിന്റെ കയ്യൊപ്പ് ചേർത്ത വൈദ്യൻ സൈമണച്ച മുന്നോട്ടുള്ള ജീവിതത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ PMC ഇതൊരു എനിക്കറിയില്ല വ്യക്തമായിട്ട് അല്ലേ അവിടെ ഈശോയ്ക്ക് ഇഷ്ട വിശുദ്ധിയുള്ള ഒരു വൈദികനായതുകൊണ്ടാണ് ഞങ്ങളെല്ലാം എത്രയോ ആഗ്രഹം എത്രയോ സന്തോഷത്തോടെ സൈമണച്ചന് മുഖത്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഗ്രേസ് ഫീൽ ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒത്തിരി ജനലക്ഷങ്ങൾ ഇനിയും ഒത്തിരി ഹൃദയത്തിൽ ഇടപെടാൻ സൈമണച്ചന് കഴിയട്ടെ. ഈ വേദിയിൽ ഇങ്ങനൊരു ചടങ്ങിൽ ഒരു അഭിഷിക്തന്റെ സാന്നിധ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ മഞ്ഞക്കാട്ട് കുടുംബത്തിൽപ്പെട്ടവർക്കെല്ലാം അഭിമാനിക്കാം, അഹങ്കരിക്കാം. ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സൈമൺ അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു സ്വാഗത ഭാഷണത്തിന് ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ഒന്നാണ്, ഒരു കുടുംബമാണ്. എങ്കിലും ഇങ്ങനെ ഒരു ഔപചാരികതയുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ മണിമലത്തറപ്പിൽ കുടുംബത്തിലെ ഞങ്ങളുടെ എല്ലാമായ പ്രിയപ്പെട്ട മമ്മിയെയും ഈ പ്രോഗ്രാം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കുടുംബത്തിൽ ഞാൻ എൻ്റെ കുട്ടികളോട് പറയും, മൂത്ത കുട്ടിയാ അതെ അല്ലേ, മൂത്ത കുട്ടിയാ നിന്നെ കണ്ട വാക്കുകളിൽ പഠിക്കുക. ടീച്ചേഴ്സ് സാധാരണ പറയുന്ന ഒരു പാഠമാണ്. സായിച്ചേട്ട മൂത്ത ആളായ ചേട്ടനിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ ഞങ്ങൾ പഠിച്ചിരിക്കുന്നു, ഇന്നും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം ചേട്ടനിലേക്ക് തന്ന ഈ ചൊരിഞ്ഞ ഈ കൃപകൾ ഇനിയും വളർത്താൻ ചേട്ടൻ സാധിക്കട്ടെ, പടർന്നു കൊടുക്കാൻ. നമുക്കറിയാം എന്താണ് നമ്മൾ കൊടുക്കുന്നത്. ചാണകം ചാരിയ ചാണകം മടക്കും പറയും ആൾക്കാർ പറയും, ചന്ദനം ചാരിയ ചന്ദനം മടക്കും. തീർച്ചയായും അനിയന്മാർക്കും പെങ്ങന്മാർക്കും എല്ലാം വന്ന ചേച്ചിമാർക്കുമെല്ലാം ചേട്ടൻ ചന്ദനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ ആ സൗരഭ്യം ഇനിയും മണിമലത്തറപ്പിൽ കുടുംബത്തിൽ പടർന്നുകൊണ്ടിരിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ ചേട്ടനെ ഈ സന്തോഷ നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കുടുംബം സ്വർഗത്തിലെ കുടുംബം എന്ന് പറഞ്ഞ സ്വർഗത്തിലെ ഒരു കൂടാരങ്ങളാണ്. ആ കുടുംബത്തെ അതിന് പരിപൂർണമാക്കുന്നത് ഭാര്യയും ഭർത്താവും ഒന്നു ചേർന്ന് പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്.
ഒത്തിരി പേർക്ക് പ്രകാശമായി, ഒത്തിരി സന്തോഷമായി. നല്ലൊരു കുടുംബം എന്ന ഒരു ലേബത്തിൽ കുടുംബം പോലെ നമ്മളെല്ലാവരും കണ്ടു കാണുന്ന നമ്മൾ വിളക്ക് കത്തിച്ചോറി ഈ ലൈറ്റ് കത്തിച്ചപ്പോൾ, സ്റ്റൗ കത്തിച്ചപ്പോൾ ചേട്ടൻ എങ്ങോട്ടാ സ്റ്റൗ തിരിക്കേണ്ടത് പോലും അറിയില്ല. ചേച്ചി എത്രയോ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും ചേച്ചി അത്രയും ചെയ്യുന്നുണ്ട് എന്നുള്ള വ്യക്തമായ തെളിവാണ് നമുക്കത് കാണിച്ചത്. ഒത്തിരി സ്നേഹത്തോടെ ചേട്ടന് സപ്പോർട്ടായി എന്താ പറയുക, എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചി ജയറാം ചേച്ചിയെ, മണിമത്തരപ്പൻ കുടുംബത്തിലെ ഏറ്റവും ആദ്യത്തെ മകളായിട്ട് കടന്നു വന്ന ചേച്ചിയെ ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞാടിനെ ഷാച്ചി ഒന്നിച്ച് പറയുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴും പ്രസന്നതയുടെ അല്ലെങ്കിൽ ഇടപെടുന്നവർക്കെല്ലാം സ്വാതന്ത്ര്യമാകുന്ന, സന്തോഷമേകുന്ന കുഞ്ഞേട്ടന്റെ വ്യക്തിത്വം. എപ്പോഴും ഞങ്ങൾ വഴക്കുണ്ടാക്കും. കുഞ്ഞേട്ടന് സ്ത്രീ ഇങ്ങനെയാണ്, സ്ത്രീ അപരയാണ്, സ്ത്രീ അമ്മയാണ്, മകളാണ്. ചെറുപ്പക്കാരിയോട് പറയും, ഞാൻ സമ്മതിക്കില്ല, അമ്മയല്ല മകളല്ല നല്ല സമ്മതിക്കാത്തത്. എനിക്ക് കുറച്ചുകൂടി ഞാൻ കുഞ്ഞേട്ടനോട് നിന്ന് ഫൈറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഓരോ സംസാരത്തിലും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ കുഞ്ഞേട്ടനെ ഞാൻ പഠിച്ച് ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞേട്ടൻ അറിയുന്നുണ്ടാവില്ല. എപ്പോഴും ഇത്ര ഒരു മാസ്മരികമായ വ്യക്തിപ്രഭാവമുള്ള കുഞ്ഞേട്ടനെയും ഷാൽച്ചേച്ചി രണ്ടുപേരും ശാന്തതയിലും എന്താ പറയാ ചേർന്ന് ചെയ്തപ്പെട്ട് മേഡ് ഫോർ ഈച്ച് അതറായി. ദൈവത്തിന് നന്ദി പറയുന്നു. ഇവരെ ഒരുമിച്ച് ചേർത്തതിൽ ദൈവനെ അനുഗ്രഹിക്കട്ടെ. ജീവിത ബന്ധാവിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ സർവശക്തനായ ദൈവം എല്ലാവരുടെ കൃപകൾ നൽകട്ടെ. എന്റെ ഡ്യൂട്ടി ഞാൻ മറന്നുപോയത് ഞാൻ സംശയം. ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ പ്രിയങ്കരനായ കുഞ്ഞേട്ടനെ ഷാൽച്ചേച്ചി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇത്ര ക്ഷമയോടുകൂടി നിങ്ങൾ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മണിമത്തരപ്പൻ കുടുംബത്തിന്റെയും ചേട്ടന്റെയും ചേച്ചിയുടെയും സ്വന്തക്കാരും ബന്ധക്കാരും അവരുടെ സ്നേഹത്തിന്റെ അവരോടുള്ള നിങ്ങളുടെ സ്നേഹം നന്ദിയുടെ ഒരു പ്രകാശമാണ് നിങ്ങളുടെ ഒരു ദർശനം, അല്ലെങ്കിൽ ഒരു സിംബലാണ് നിങ്ങളുടെ വന്നത്. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നന്ദി. ഒരു മോള് ഒരു വേദിയിൽ ഒരമ്മയെയും സ്വന്തം അമ്മയെയും സഹോദരങ്ങളെയും സ്വാഗതം ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ കുടുംബത്തെ വിളക്കി ചേർത്ത ഓരോ കണ്ണിയെയും വിളക്കി ചേർത്ത രണ്ട് വ്യക്തികളുണ്ട്, മൺമറഞ്ഞു പോയി. നമുക്ക് അവരെ ആദ്യം ഓർത്തുകൊണ്ട് ഇന്നത്തെ ചടങ്ങ് ആരംഭിക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട മണിമലത്തറപ്പിൽ അച്ഛനും നമ്മുടെ എല്ലാം ആയിരുന്ന നമ്മുടെ പപ്പയും ഒരു നിമിഷം എണീറ്റ് ഒരു മൗനം ആചരിക്കുകയാണ്. 1 മിനിറ്റ് നേരം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞല്ലോ. ഒന്ന്, നമ്മുടെ മമ്മിയുടെ 80ാം പിറന്നാള്, 30ാം വിവാഹം ആഘോഷിക്കുന്ന മിസ്റ്റർ ആൻഡ് മിസ്സസ് സണ്ണി. അവര് നമ്മുടെ രക്ഷാധികാരിയായ മഞ്ഞക്കാട്ടിൽ അച്ഛൻ്റെ കൂടെ നിന്ന് ഇപ്പോൾ കേക്ക് മുറിക്കും. നമുക്ക് ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കൈയടിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാം. ഒരു നിമിഷം എല്ലാവരും ഒന്ന് എണീക്കുക. ഞങ്ങൾ ചെയ്യുന്നതാകവേ പാവനമാക്കിയരുളണമേ. ചെമ്പേരി മധ്യസ്ഥരക്ഷകനൂർമ്മേ അൻപോടെ ഞങ്ങളെ കാത്തിടുവാൻ ആത്മശരീരവിയങ്ങളും സമ്പത്തും അർപ്പണം ചെയ്യുന്നേ ഊർധ്വനാദേ. നാദേ മറിയമേ നിൻ സുരനോടു നീ നന്മകൾ വാങ്ങിയാലും നിത്യ സൗഭാഗ്യം കരഗതമാകാനും നന്മ നിറഞ്ഞൊരമ്മേ യാചിക്കുന്നു. പാപികളാം ഞങ്ങൾക്കാശിസകീലവും ആരാധയമ്മയാരുളിടുവാൻ കുമ്പിടുന്നേ തവ
ചെമ്പേരി മാതാവേ. തിരിച്ച് ഇവിടെ തിരിക്ക് ചേട്ടാ മുമ്പോട്ട് മാറില്ല ചേട്ടാ 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 ഹലോ ഹലോ മുമ്പ് കയറല്ലേ ചേട്ടാ ചുവട് വെച്ച് പാടാം ശുഭരാത്രി മനസ്സ് കൊണ്ടു നേരാം ആശംസ. ഇനി ആശംസകൾ നേരുന്നതിനുള്ള സമയമാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട സൈമൺ അച്ഛനെ സ്നേഹത്തിന്റെ ഏറ്റവും ഹൃദ്യമായ ഭാഷയിൽ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മമ്മി 80 വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മമ്മി. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, മനുഷ്യായുസ് 70 വർഷം, ഏറിയാൽ 80 വർഷം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരൂപത്തിൽ പലതൊക്കെ ചിന്തിച്ചും ചെയ്തും നടന്നും ഭക്ഷണം കഴിച്ചുമൊക്കെ ജീവിക്കുന്നത് ഏറിയാൽ 80 വർഷം. ഇനി മുന്നോട്ടുള്ളതൊക്കെ ഇങ്ങനെ ബോണസായിട്ട് കുറേശ്ശെ കിട്ടിക്കൊണ്ടിരിക്കും, കുറേശ്ശെ നമ്മളിങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ മമ്മി ഇന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ ഗോൾഡൻ ഏജ് അതിലേക്ക് 80ലേക്ക് അനുവദിച്ചിരിക്കുക. അപ്പോൾ പ്രത്യേകമായ അനുമോദനം. ഈ 9 മക്കൾക്ക് ജന്മം കൊടുത്ത് അവരെ വളർത്തിയെടുത്ത ഈ മമ്മിയെ കൂടുതൽ 5 എണ്ണമുണ്ട്, പപ്പായുണ്ട്, എങ്കിലും മമ്മിയാണ് ഇതിൻ്റെ സൂത്രധാരക അല്ലേ.
എല്ലാത്തിൻ്റെയും സൂത്രധാരി മമ്മി തന്നെയാണ്. ഇവരിങ്ങനെ നിലനിന്ന് പോകുന്നത് മമ്മിയുടെ പ്രത്യേകമായ ശ്രദ്ധ കൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണഗതിയിൽ 6 ആണുങ്ങൾ ഒരുമിച്ച് കൂടി മുന്നോട്ട് പോവുക അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഒരു മാനുഷികമായൊരു സംവിധാനവും അല്ല എന്നുള്ള കാര്യം നമുക്ക് എപ്പോഴും മനസ്സിലാവുന്നുണ്ട്. വളരെ പ്രഗത്ഭയായ, നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി ആശംസകൾ അറിയിക്കാൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്നത്. 14 ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ ട്രീസ ആന്റി നമ്മുടെ കൂടെയുണ്ട്. 14 ബിരുദാനന്തര ബിരുദം നേടിയതിന്റെ URF വേൾഡ് റെക്കോർഡ് അവരുടെ പേരിലാണുള്ളത്. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സൈമൺ അച്ഛനും 80ന്റെ നിലവിൽ ആഘോഷിച്ചിരിക്കുന്ന അമ്മച്ചിക്കും വിവാഹത്തിന്റെ വീണ്ടും ആവർത്തിക്കായിരിക്കുന്ന ദമ്പതികൾക്കും പിന്നെ ഈ കുടുംബത്തിന്റെ സജീവമായിരിക്കുന്ന ദമ്പതികൾക്കും നമസ്കാരം. എല്ലാവർക്കും വന്ദനം. ആശ ഇവിടെ എന്തൊക്കെയോ പറഞ്ഞു. ഇവിടെ നിന്ന് നടന്ന പ്രധാന സംഭവങ്ങൾ ഒന്ന് അമ്മച്ചിയുടെ 80. ഇവിടെ 80 വയസ്സെന്ന് പറയുന്നത് ഒരു വയസ്സ് എത്തിയതിന് ഗോൾഡൻ ചാൻസ് ആണെന്നൊക്കെ അച്ഛൻ പറഞ്ഞു. പക്ഷേ കാമ്പറിന് 80 എന്ത് നല്ല യൗവനത്തിലേക്കുള്ള കാലഘട്ടം. 60-ാം വയസ്സ് 55-ലാണ് ഞാൻ റിട്ടയർ ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ ബാല്യം മുതലേ ഉള്ള പോലെ പഠിച്ചു തുടങ്ങിയത്. കാരണം അതുവരെയും സ്കൂളിലെ ജോലി അത് നിങ്ങൾക്കറിയാമല്ലോ, നല്ല ഉത്തരവാദിത്വം. മെയിൻ കുഞ്ഞുങ്ങളെ വളർത്തലും വീട്ടുകാര്യങ്ങളും എല്ലാം അങ്ങനെ വലിയ തിരക്കേറിയത്. പക്ഷെ റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോൾ കുറേ സമയം കിട്ടി. അപ്പോൾ പഠിക്കാൻ ധാരാളം സമയമായി. അപ്പോൾ ശരിക്കും വീണ്ടും ഒരു ബാല്യകാലം തുടങ്ങിയതിൻ്റെ അനുഭൂതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിന് ദൈവം എന്നെ സഹായിച്ചു. ഞാൻ അത് വളരെ ഉത്സാഹത്തോടെ എൻ്റെ കർമ്മ പ്രവൃത്തികളെല്ലാം കഴിഞ്ഞ് ഞാൻ ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് ബിരുദത്തിനായി തന്നെ ബിരുദാനന്തരത്തിനായി തന്നെ. അടുത്തതായി ഈ ദമ്പതികൾക്കും അതേപോലെ തന്നെ മമ്മിക്കും ആശംസകൾ നേരുന്നതിനായി മണിമല തറപ്പിൽ കുടുംബയോഗത്തിന്റെ എല്ലാമായ ദേവസ്യ അങ്കിളെ ക്ഷണിക്കുന്നു. വളരെയധികം സന്തോഷം എന്നാലും വല്ലാത്ത ഒരു എന്താണ് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സദസ്സിലിരിക്കുന്ന ഒരു ആവേശം. അവരെന്ത് പറഞ്ഞാലും അന്ന് ചിരിച്ചു എന്നിട്ട് എന്താണ് നമ്മളെ അങ്ങോട്ട് ആവേശം കൊള്ളിക്കുകയാണ്. പ്രസംഗം കഴിഞ്ഞിട്ടല്ല 2 വാക്ക് പറഞ്ഞിട്ട് പോകാൻ അനുവദിക്കാത്ത ഒരു സ്റ്റേജൊക്കെയാണ്. അതിന് നടുക്കാണ് ഏതായാലും ഇന്നത്തെ ചടങ്ങിൽ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന ഈ കേരളത്തിലെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിമ നിങ്ങൾക്ക് പരിചയപ്പെട്ടുള്ള ഷാനിയുടെ കല്യാണ പങ്കെടുത്ത് എത്ര പേര് കൂടി ഉണ്ടാവുന്ന കൈപ്പൊക്കാൻ തോന്നുന്ന ആൾക്കാരെ ഈ കല്യാണിക്കുന്നവരുടെ അന്ന് മുതൽ എനിക്കറിയാം. പിന്നെ സാജുവും സംബന്ധിച്ച് അറിയാമല്ലോ, സീനിയറാണ്. കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. അന്നൊക്കെ ഞാൻ പഠിക്കുന്ന കാലമാണ്. സ്വന്തം കാശ് മുടക്കുന്ന അവിടെ വരെ കല്യാണത്തിനൊന്നും പോകാൻ പറ്റില്ല. ഇത് അങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ സ്വന്തം കാര്യം നിൽക്കുകയും സ്വന്തം സർവീസിലും എനിക്ക് എൻ്റെ അപ്പനെയും എൻ്റെ സഹോദരങ്ങളെയൊക്കെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെയുള്ളൊരു നമ്മുടെ കാലത്ത് തന്നെ ഇവിടുന്ന് ഞങ്ങൾ വിവരിക്കുകയാണ്. ചെമ്പൈയിലൊക്കെ പോയി ആ കല്യാണം കൂടി തിരിച്ചു വന്നു. അവരെയൊക്കെ ബാക്കി വഴിയൊക്കെ വന്ന് സന്തോഷകരമാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്റെ കളിയില്ല. അപ്പൊ അവരോടൊക്കെ എനിക്ക് നന്ദി പറയാൻ പറ്റില്ല. അതുപോലെ ടീച്ചർ പോയെന്ന് തോന്നുന്നു. അവരെയൊക്കെ അറിയാനുള്ള ബുദ്ധിമുട്ട് ആൾക്കാരുടെ എല്ലാ സന്തോഷവും ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്ന് ഈ മംഗള മുഹൂർത്തത്തില് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്ന് ഈ മംഗളകർമ്മത്തിൽ സാക്ഷിയാകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നവീകരിച്ച വീട് അതിനൊരു വലിയ ആണിക്കല്ലാണ്.
ഈ ചടങ്ങിന് ആശംസകൾ നേരുന്നതിനായി ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പിള്ളേരൊക്കെ ഏറ്റവും സ്നേഹത്തോടു കൂടി വിളിക്കുന്ന സാജു പപ്പയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. മഞ്ഞക്കാട്ടി കുടുംബത്തിന്റെയും മണിമലത്തറവി കുടുംബത്തിന്റെയും ഒക്കെ അഭിമാനവും ആവേശവും ഒക്കെയായ ആദരണീയനായ നമ്മുടെ സൈമണച്ചൻ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മമ്മി. അപ്പം ആഗസ്റ്റ് 15-ാം തീയതി നമ്മളെല്ലാവരും പറയുന്നത് പോലെ ആഗസ്റ്റ് 15-ാം തീയതി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഓർക്കാനുണ്ട്. നമ്മുടെ മാതൃരാജ്യമായ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്വർഗാരോഹണത്തിലോ തിരുനാളാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് നമ്മുടെ മമ്മിയുടെ പിറന്നാളും കൂടിയാണ്. അപ്പൊ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ ഇന്ന് നമ്മൾ വളർന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ മമ്മിയുടെ സ്വപ്നവും മമ്മിയുടെ ആഗ്രഹവും മമ്മിയുടെ പ്രാർത്ഥനയും മമ്മിയുടെ അനുഗ്രഹവും അതൊക്കെ തന്നെയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം അവസാനമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്, ഒരു ജീവിതത്തിന്റെ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു വലിയ ശക്തി ഉണ്ടാകും. അത് മറ്റാരുമല്ല, എൻ്റെ ഭാര്യ തന്നെയാണ്. അപ്പൊ അത് ചിലപ്പം ഞാൻ പറഞ്ഞതായിരിക്കും. ഇപ്പൊ നമ്മുടെ വളർച്ചയുടെ കാര്യം, നമ്മുടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആദ്യമായി കടന്നു വന്നത് ലീലാമ്മയാണ്. അപ്പം ആ ഒരു കണക്കിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ലീഡർഷിപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരുപക്ഷെ ചിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വളരെയധികം ഓരോ വ്യക്തികളെയും പരിചയപ്പെടുന്ന ഓരോ വ്യക്തികളോടും വളരെയേറെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ലീലാമ്മയാണ്. ഇന്നിപ്പോ ഒരുപക്ഷെ ഈ വീടിന്റെ കാര്യത്തിൽ ഞാൻ സൗദിയിൽ ഇരിക്കുകയാണ്. കാരണം ഞാൻ വളരെ റെയറായിട്ടാണ് വരിക. കാരണം ഓരോ ദിവസവും ഓരോ സെക്കൻഡും ഇതിനെപ്പറ്റി കഷ്ടപ്പെടുകയും ഇതിനെപ്പറ്റി ചിന്തിക്കുകയും ഇതിനെപ്പറ്റി വളരെയധികം ടെൻഷൻ ലീലാമ്മ അനുഭവിച്ചിട്ടുണ്ട്. വീടെന്ന് പറയുന്ന ഒരു സ്വപ്നം നെഞ്ചിലേറ്റി അതിനുവേണ്ടി ഒട്ടേറെ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊരു മഹത്തായ ഒരു വീട് നമുക്ക് സ്വന്തമായി നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഒരുമിച്ച് കൂടാൻ സാധിച്ചത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ലീലാമ്മയോട് എൻ്റെ പ്രത്യേകമായി നന്ദി ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, ഇന്ന് സണ്ണിയുടെയും ഷാലിയുടെയും ബർത്ത്ഡേ ആണ്. അപ്പം സൈമണച്ചൻ പറഞ്ഞതുപോലെ ഷാലിയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം ഈ വെഡിങ് ആനിവേഴ്സറി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുവാനും എല്ലാവരെയും ഒരുമിച്ച് നിർത്തുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനുമുള്ള ഒരു വലിയ മനസ്സ് സണ്ണിയുടെയും ഷാലിയുടെയും മനസ്സിലുണ്ട്. അവരിന്നും ചെറുപ്പമാണ്. ഇനിയും കൂടുതൽ വെഡിങ് ആനിവേഴ്സറികൾ ആഘോഷിക്കുവാൻ അവർക്ക് സർവേശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ എല്ലാം ഈ ദിവസം ഒന്നിച്ച് ചെയ്യുന്ന ദൈവം തന്ന ഈ നല്ല നിമിഷത്തിന് ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവരും ഒന്നിച്ചു കൂടി എല്ലാപ്പോഴൊക്കെ കണ്ടു. ഞങ്ങൾ ചെമ്പേരിക്ക് പോയാൽ എന്ത് ഫംഗ്ഷൻ ഞങ്ങൾ ഒന്നിച്ചുള്ള പരിപാടി നടത്താറുണ്ട്. ഒരു പരിപാടി ഇവിടെ നടത്താറില്ല. ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എല്ലാം മനോഹരമായ ഒരു നല്ല സന്തോഷം പറഞ്ഞ നിമിഷമായിരിക്കും അത്. മമ്മിയുടെ സാന്നിധ്യത്തിലാണ് എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുന്നത്. അത് വലിയൊരു മനസ്സിന് അറിഞ്ഞു നൽകുന്ന ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങളാണത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. എവിടെയായാലും ഞങ്ങളത് ആ സന്തോഷ ദിവസം ഞങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇന്ന് നമുക്കവിടെ ഈ പണം വിൽക്കാൻ ദൈവം തന്നത് എൻ്റെ ഒരു കഴിവുമെല്ലാം ഞാൻ എല്ലാം മാതാവിന് സമർപ്പിക്കും. രാവിലെ എണ്ണീക്കുമ്പോഴേ പറയും, മാതാവ് എന്നും നല്ല രീതിയിലൂടെ നടത്തുന്നത്. ഞാൻ ഇടപെടുത്തി തെറ്റാൻ അമ്മയെ ദർശിക്കാൻ ഈശോയുടെ ദൈവത്തെ അതിലുണ്ടാവണം. അന്ന് ഈശോയോട് വിളിച്ചപേക്ഷിച്ചാൽ അത് സാധിച്ചു തരും. എനിക്കത് ഉറപ്പുള്ള കാര്യമാണ്. അതിന് ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് മാത്രമാണ് നടത്തുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ ഒന്നിക്കാൻ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിച്ചത്. ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒത്തുചേരാൻ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ ഒത്തിരി നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിർത്തുന്നു. നമ്മുടെ കുടുംബത്തിന് നൽകിയിരിക്കുന്നു. എത്ര പറഞ്ഞാലും മതിയാവാത്ത നന്ദി കടപ്പാട് നമുക്കുണ്ട്. ആ ഓരോ നിമിഷവും അത് പറയുന്നതിനായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് വളരെ മഹത്തരമായി തീരുന്നു. നമുക്ക് ഉണ്ണിമേരിയുടെ ഒരു കുറവ് മാത്രമേ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഫീൽ ചെയ്യുന്നുള്ളൂ. ചേച്ചി അപ്പം ഉണ്ണിമേരിയുടെ ഒരു കുറവ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നു. ബാക്കിയെല്ലാം എനിക്ക് ഒത്തിരി സന്തോഷമായിട്ട് തോന്നി. എല്ലാത്തിനും
സർവശക്തനായ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ. മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായാൽ ഫലമെവിടെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ.